ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ സെക്കൻഡ് വീഡിയോ ആണ് ഞാൻ ഇടാവുന്നത്. ഞാൻ രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. കുറേ 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ കോഴിനെയൊക്കെ കാണിച്ചു തരാം. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണുക, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ തള്ളക്കോഴി. പണ്ട് വേറെ തള്ളക്കോഴി ഉണ്ടായി, അത് വിരിക്കോഴിന്. ഇത് മുട്ട മാത്രമേ ഇടൂ. ആ തള്ളക്കോഴി ചത്താൻ കണ്ട പോയി, പട്ടിയാൻ കണ്ട പിടിച്ചുകൊണ്ട് പോയിട്ടോ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ തള്ളക്കോഴി. ഇത് ഏറ്റവും വലിയ കോഴി, ആൺകോഴി. ഒരു പേര് മറന്നു. ഇതിൽ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇതാണ് താറാവ്. താറാവിനെ കണ്ടോ? താറാവ് 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 താറാവേ താറാവ് താറാവേ ഭയങ്കര ഓട്ടമാണ് ഗൈസ്. ഇത് പുഴുവിനെ വെച്ച് കൊടുക്കണ സാധ്യത. എൻ്റെ അത് കുറേ പുഴുവാണ്. എനിക്ക് ഞാൻ കണ്ട ഛർദ്ദിക്കരുത്, അതുകൊണ്ട് ഞാൻ കാണിക്കില്ല ഗൈസ്. ഇതും ഒരു കോഴിയാണ്. ഇത് എൻ്റെ പിറകെ നടക്കുന്ന ഒരു കോഴിയാണ്. പണ്ട് പിറകെ നടക്കുമായിരുന്നു. ഇപ്പോൾ വലുതായി, ഇപ്പോൾ പിറകെ ഒന്നും നടക്കില്ല. പണ്ട് എപ്പോഴും പിറകെ നടക്കുമായിരുന്നു. കാണാൻ പറ്റണമെന്ന് അറിഞ്ഞൂടാ. ഇതാണ് കോഴി. ഇപ്പം പണ്ടൊക്കെ തൊടാൻ സമ്മതിക്കുമായിരുന്നു. ഇപ്പം അടുത്തോട്ട് കൊണ്ടുപോകാനേ സമ്മതിക്കും, തൊടാൻ സമ്മതിക്കില്ല. പിന്നെ ഇപ്പുറത്തെ കോഴിയും കാണിച്ചു തന്നില്ലല്ലേ. ഇത് വേറെ ചെറിയ കോഴിയാണ്. അത്ര ചെറുതല്ല, ഇന്നലെ കാണിച്ചതിൻ്റെ അത്ര. ഇച്ചിരി ചെറിയ കോഴിയാണ്. കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞൂടെ. ഫുള്ള് നെറ്റിട്ടൊക്കെയാ. വലിയ കോഴി കാക്കയൊന്നും വന്ന് ഇതാണ് നമ്മളെ മെയിനായിട്ട് തൊപ്പിക്കോഴി. കണ്ട തൊപ്പിയൊക്കെ വെച്ചൊക്കെ ഇരിക്കണല്ല. ഇതെങ്ങനെ ജനിച്ചെന്ന് പറഞ്ഞൂടാ. സൂപ്പർ കോഴിയാണ്. തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ള കോഴി. അതാ കണ്ടില്ലേ, സ്പൈക്കൊക്കെ ഇട്ട് സെറ്റായിരിക്കുക. ഇതൊക്കെ പിന്നെ കുറേ മടിയന്മാരും ഉണ്ട്. ഇതേപോലെ ഒരുത്തൻ ചെറുതാണ്. ഞാനാണെങ്കിൽ ഇപ്പുറത്തൊരു കോഴിയാണെങ്കിൽ ഒരു പണിയില്ലാതെ ഒരു കുഴി എടുത്തുകൊണ്ടിരിക്കണം. മാസമില്ലാതെ കുഴി എടുത്തുകൊണ്ടിരിക്കണം. 2 കോഴി. ഇത് കുറച്ച് നേരം കുത്തിക്കയറി ഇരുന്നു. ഇപ്പുറത്തെ സൈഡിലുള്ള കോഴി നല്ലോണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തോട്ട് പോകണം. ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ചെടിയുണ്ട്. ഇവിടെ ഈ സാധനം വെച്ച് ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. ഈ കോഴിയൊന്നും ഇവിടെ വന്ന് ഈ സാധനങ്ങളൊന്നും തിന്നായിരിക്കും. കുറേ ചെടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ തൊപ്പിക്കോഴി. കണ്ട ഗൈസ്, ആണതാ തൊപ്പിക്കോഴി. ഇത് ചെറിയ കോഴി. ഇതിന് എന്തെന്ന് അറിഞ്ഞൂടാ, ഒരു വലിയ കരുത്ത് വെച്ചോണ്ടിരിക്കും ആവശ്യമില്ലാതെ. എന്നിട്ട് ഇങ്ങനെ ആട്ടയില്ല. അയ്യോ, ഈ കോഴി എങ്ങനെ ഇവിടെ എത്തിയത്? ഇത് വെളിയിലുള്ള കോഴിയല്ലേ ഇരുന്ന? തടിച്ച കോഴി. ഞാൻ പിന്നെ എടുത്ത് മാറ്റാം. അപ്പം ഇതിൽ നിന്ന് ഒരെണ്ണത്തിൽ പിടിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ വേറെ കോഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഗൈസ്, നാളെ ഏത് വീഡിയോ ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്തോണേ. അത് നാളെ ഇടാം. ഇനി കോഴിന് ഇനി എന്തിട്ട് കാണിക്കാറുണ്ട്. സൂക്ഷിച്ച് എന്നാണ് ഞാൻ കാണിക്കാൻ വന്നത്. ചെറിയ കോഴികളിന് വേണ്ടി ഒരു വലിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഈ നെറ്റ് ഒന്ന് തുറന്നിട്ടേക്കാണ്. ഈ വലിയ കോഴിയൊക്കെ വന്ന് ഇതിൻ്റെ അടിയിൽ കൂടെ വീണ്ടും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. കണ്ടില്ലേ, ഇതൊക്കെ കഴിക്കും നല്ലോണം. ഈ കോഴി ഇച്ചിരി ചെറുതാണ്, വെളിയിട്ടേക്കുന്നതാണ്. പഠിക്കാൻ വേണ്ടി വെളിയിലൊക്കെ നിന്ന് വെയിലൊക്കെ കൊണ്ട് അതിനാണ് വെളിയിൽ നടത്തിയിരിക്കുന്നത്. അപ്പുറത്ത് ജനിച്ച കോഴിയുണ്ട്, അതൊക്കെ ഞാൻ ഇന്നലെ കാണിച്ചതാണ്. അതുകൊണ്ട് കാണാത്ത അവർക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം ഗൈസ്. അതേപോലെ
ഇത് ഈ തടിച്ച കോഴികളില്ലേ, ഇതാ ആ കോഴി, ഈ കോഴി, ഇതാ ആ കോഴി, ഈ 3-4 കോഴി, പിന്നെ കുറച്ച് കോഴികളില്ലേ ഒന്ന് കാണിച്ചു തന്നാൽ. താറാവിന് ഏത് സ്ഥലത്താണ് വയ്ക്കണമെന്ന് നടന്നുകൂടാ. താറാവിനെ ഇവിടെ തന്നെ വയ്ക്കണം. ആ താറാവ്, വേറെയും താറാവുണ്ട്, അത് കാണിച്ചു തരാം. അതാ ഈ സ്ഥലത്താണ് വയ്ക്കണം. നല്ല വലുതാണ്. ഏറ്റവും ആദ്യം ഉണ്ടാക്കിയ കൂടെന്ന് വെച്ചാൽ കൂട് വീടിൻ്റെ കൂടെ ചേർന്നതാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇതാ ഇവിടെ തേങ്ങയാണ് ഇപ്പോൾ വെച്ചേക്കണേ. ഇവിടെ ആരും ഇല്ല. വയ്യാത്ത കോഴീനെയൊക്കെ ഇവിടെ എടുത്തു തരും, മറ്റേനും കൂടെ വയ്യാതായിരിക്കാൻ. ഇതാണ് മുട്ട ഇടുന്ന സ്ഥലം. മുട്ട വല്ലതും ഉണ്ടാകും നോക്കിയിട്ട് കേട്ട്. ഇന്ന് മുട്ട വല്ലതും കയറി ഇതായിരുന്നു. ഇവിടെയാണ് മുട്ട ഇടണ. ഫുള്ള് പൊടിയാണ്. ഞാൻ പോട്ടെ, കൊതുണ്ട് എൻ്റെ പൊന്നെ. പിന്നെ എന്തൊരു പിന്നെ വലുതായിട്ടൊന്നുമില്ല. മറ്റേ കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഐസാണ് ഞാൻ കാണിക്കാൻ വന്നത്. ചെറിയ കോഴികൾ ഇന്നലെ ഞാൻ കാണിച്ചായിരുന്നു. ഇന്നലെ കണ്ടവരെല്ലാവർക്കും അറിയായിരിക്കും. ഇതാണ് മുട്ടകൾ. വീഡിയോ നടന്നുണ്ട് കണ്ടു. ഇതാണ് ഏറ്റവും ആദ്യം വയ്ക്കുന്ന കോഴി. അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. കണ്ടില്ലാത്തവർ കാണുക. അതേപോലെ ഇനി എന്തുണ്ട്? വേറൊരു താറാവുണ്ട്, അതിനെ കാണിക്കണം ഗൈസ്. അതേപോലെ താറാവ് മുട്ട വരെ ഇരിക്കട്ടെ ഗൈസ്. വീഡിയോ ലോങ്ങാക്കാം. ഞാൻ ഇന്ന് വീഡിയോ ലോങ്ങാക്കാമെന്നാണ് വിചാരിച്ചത്. എന്താ താറാവിനെ കൂടെ കാണിക്കാം. അങ്ങനത്തെ അല്ലേ 5 മിനിറ്റല്ലേ ഉണ്ട്. ഇതിപ്പോൾ 7 മിനിറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഗൈസ് ഞാൻ താറാവിനെ കാണിച്ചു തരാം. ഇപ്പം മൊബൈലൊന്നും അനങ്ങു. മൊബൈലായതുകൊണ്ടാണ്. അതാ കണ്ടോ, അതാ വലിയ താറാവ്. ജനിച്ച താറാവാണ് ഗൈസ്. ഏറ്റവും ആദ്യം വെച്ചാൽ ആ വയസ്സായ താറാവ് ഇതാ ഇങ്ങനെ. ഫോണായതുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ലാത്ത. കുറച്ച് ആഴ്ചകൾ ഒരു പുതിയ കോപ്പറൊക്കെ വാങ്ങിച്ച് വീഡിയോ എടുക്കാം. പിന്നെ ഗൈസ് ഇത് ചെറിയ കുട്ടികളെ പിന്നെ ഇത് ബാത്റൂമാണ് വെടിയിൽ. അത് കോഴിൻ്റെ ഒരു സ്ഥലമാക്കി കളഞ്ഞു. ഇങ്ങനെ നടന്നുകൂടാ. കണ്ട കാണിച്ചു തരാം. കൈ വെച്ച് എന്താ കുറേ കളറുള്ളത്. പിന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ പറയുക. പുതിയ ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലോങ്ങായി. അപ്പം ബൈ.